ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ ചാർജർ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. സോ ഇത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല, എൻ്റെ ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എൻ്റേത് 750 വാട്ടിൻ്റെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പോർട്ടബിൾ ആയിട്ടുള്ള ചാർജറാണ്, ഡോട്ടല്ല. ഞാൻ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് പോർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് പോർട്ടബിൾ ചാർജറാണ് വാങ്ങിച്ചത്. സോ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനത് ചാർജ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വണ്ടി നമ്മൾ ചാർജർ പ്ലഗിൽ കണക്ട് ചെയ്യുന്ന ടൈമിൽ ഇതുണ്ടല്ലോ നമ്മുടെ PRCD, ഈ PRCDയിൽ ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതായത് ഇവിടെ പവർ സപ്ലൈ കാര്യങ്ങൾ വരുന്നുണ്ട്, നമുക്കിവിടെ ട്രിപ്പ് ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ട്രിപ്പ് റീസെറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചാർജറിലുള്ള ലൈറ്റ് കത്തുന്നില്ല. അതായത് ഇതാ ഇവിടെ വരുന്ന ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് ഒന്നും തന്നെ വരുന്നില്ല. ഇതിൽ റെഡ് വന്നു കഴിഞ്ഞാൽ ഫോൾട്ട് എന്നാണ് അർത്ഥം, മഞ്ഞ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നാണ് അർത്ഥം, പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് കത്തുന്നില്ല. അപ്പോൾ ഞാൻ വണ്ടിയിൽ നോക്കുമ്പോൾ നോട്ട് ചാർജിങ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ നോട്ട് ചാർജിങ് ഞാൻ നോക്കിയപ്പോൾ ചാർജറിൽ ലൈറ്റ് വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ PRCDയിലുള്ള ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ട്രിപ്പ് ആവുന്നുണ്ട്, റീസെറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് അല്ല, വേറെ എന്തോ ഒരു ഇഷ്യൂ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാനത് 1-2 ദിവസം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ചാർജർ എടുത്തിട്ടൊന്ന് തട്ടിയിട്ടൊക്കെ വെക്കുമ്പോഴത്തേക്കും അത് ശരിയാവുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഈ പറയുന്ന പോലെ വണ്ടി ചാർജ് ചെയ്യാനിട്ടു, ചാർജിങ് കാണിച്ചു, രാവിലെ എഴുന്നേറ്റപ്പോഴും ഇട്ട ടൈമിലുള്ള അതേ ചാർജ്. അപ്പോൾ ചാർജർ അത്യാവശ്യം ഒരു പണി അന്ന് തന്നു. എന്നാലും ഞാൻ കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അങ്ങനെ ഞാൻ ലാസ്റ്റ് സർവീസ് സെൻറ്ററിൽ പോയി ചാർജർ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ PRCDക്കകത്തൊരു വയർ എപ്പോഴും ലൂസ് കോൺടാക്റ്റ് വരാറുണ്ട്, അത് ലൂസ് കോൺടാക്റ്റ് ആയതായിരിക്കും എന്ന് പറഞ്ഞു. അത് ഊരി അവരെനിക്ക് ടൈറ്റൊക്കെ ചെയ്ത് തന്നു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അതേ അവസ്ഥ. തുടക്കത്തിൽ നോട്ട് ചാർജിങ് കാണിക്കും, പിന്നെ ഞാൻ ആ ചാർജറൊക്കെ നിർത്ത് തട്ടിയും കുലുക്കിയൊക്കെ ഒന്ന് വെക്കുമ്പോഴത്തേക്കും ചാർജ് ആവും. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടന്നു. പിന്നീട് 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ബുദ്ധിമുട്ടായി. സാധാരണ ഞാനൊന്ന് തട്ടിയിട്ട് വെക്കുമ്പോഴത്തേക്കും ഓണാവുന്ന സാധനം പിന്നെ ഞാൻ എത്ര തട്ടിയിട്ടും കുലുക്കിയിട്ടൊന്നും അങ്ങനെ ശരിയാവുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ ഞാനത് തട്ടിയും അടിച്ചും കുലുക്കിയും ചരിച്ചിട്ടും ഒക്കെ ശരിയായി. അതിന് മുമ്പത്തെ ദിവസം ഞാൻ ഈ പറയുന്ന പോലെ ചാർജർ ഞാൻ ചരിച്ചിട്ടിട്ടാണ് ചാർജ് ചെയ്യേണ്ടി വന്നത്. കാരണം നേരെ വെച്ചപ്പോൾ അത് ചാർജ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു. തട്ടിയിട്ടും കൊട്ടിയിട്ടും മറിച്ചിട്ടിട്ടും തിരിച്ചിട്ടിട്ടൊന്നും ചാർജ് ആവാത്ത അവസ്ഥ വന്നു. അവസാനം എങ്ങനെയൊക്കെ ചാർജ് ആയി കഴിഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല. പിറ്റേ ദിവസം വീണ്ടും ചാർജറുമായിട്ട് സർവീസ് സെൻറ്ററിൽ നമ്മൾ പോയി. സർവീസ് സെൻറ്ററിൽ പോയി ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഞാൻ വാറണ്ടിയിൽ എനിക്ക് വേറെ ചാർജർ വേണം, അല്ലെങ്കിൽ ഇത് റിപ്പയർ ചെയ്ത് തരണം. ശരിക്കും പറഞ്ഞാൽ വാറണ്ടി റീപ്ലേസ്മെൻ്റ് ആണ് ചാർജറിന് പറയുന്നത്. അപ്പോൾ അതിനുള്ള റിക്വസ്റ്റ് ഞാൻ അവർക്ക് കൊടുത്തു. സോ പകരം അവർ എനിക്ക് സ്പെയർ ആയിട്ട് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാനായിട്ടൊരു ചാർജർ തന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം, പലാലിന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ പലാൽ മൊബിലിറ്റി, അതായത് വൈറ്റിലയിലുള്ള ഇതിൻ്റെ ഷോറൂമിലെ അവരുടെ സ്പെയർ ചാർജറാണ്, തൽക്കാലം യൂസ് ചെയ്യാൻ തന്നാണ്. നമുക്ക് പുതിയൊരു ചാർജർ കിട്ടാനായിട്ട് ഏകദേശം ഒരാഴ്ചയോളം എടുക്കും എന്നാണ് പറഞ്ഞത്. കിട്ടും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. സോ വേറൊരു കാര്യം എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജർ ആക്ച്വലി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഗണ്ണിൻ്റെ ഈ ഒരു പോർഷൻ, നമ്മുടെ ചാർജറിൽ നിന്ന് ഗണ്ണിലേക്ക് വരുന്ന ഈ ഒരു പോർഷൻ, ഈ കേബിളിൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ റിപ്പയറബിൾ ആണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് ഈ വരുന്ന PRCDയിലേക്ക് വരുന്ന ഈ കട്ടി കുറഞ്ഞ വയറുണ്ടല്ലോ, ഇതിനെന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കാൻ പറ്റില്ല, റിപ്പയർ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. നമ്മളിത് വാറണ്ടി ഓൾറെഡി ഉള്ളൊരു സാധനമായതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല. പുറത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടി വോയിഡായി പോവും. സോ നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു പയ്യൻ്റെ ചാർജറിൻ്റെ കേബിള് പട്ടി കടിച്ച് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അൺഫോർച്ചുനേറ്റ്ലി ആ പ്ലഗിൽ കുത്തുന്ന കേബിൾ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചാർജർ നമ്മൾ കാശ് കൊടുത്ത് റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്ന കമ്പനി എന്ന് പറഞ്ഞു. അപ്പോൾ ചാർജർ വാങ്ങാൻ നമുക്കൊരു 19,975 രൂപയാണ് ഇപ്പോൾ വരുന്ന വില. സോ പുള്ളി പുറത്തെവിടെയോ കൊടുത്ത് ശരിയാക്കി എന്നാണ് പറഞ്ഞത്. പക്ഷേ പുറത്ത് കൊടുത്ത് നമ്മൾ ശരിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാർജറിൻ്റെ വാറണ്ടി പോയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 22 മാസമാണ് ആയിട്ടുള്ളത്. 2 മാസം കൂടെ ആകുമ്പോൾ 2 വർഷമാവും. നമുക്ക് 3 വർഷമാണ് വാറണ്ടി ഉള്ളത്. എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ എയ്തറിനൊക്കെ വരുന്നത് 3 വർഷം 30,000 കിലോമീറ്ററാണ്. ഞാൻ വണ്ടി എടുക്കുമ്പോൾ എന്നോട് അങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിലും നമ്മളിപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ജനറേഷൻ 2കാർക്ക് 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചാർജർ റീപ്ലേസ്മെൻറ്റ് അവർ തരാമെന്ന് പറഞ്ഞത്. സോ ഈ വീക്കോടുകൂടെ നമുക്ക് ചാർജറിൻ്റെ റീപ്ലേസ്മെൻറ്റ് കിട്ടുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചാർജർ ചൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഡോട്ടും പോർട്ടബിളും. കഴിയുമെങ്കിൽ ഡോട്ട് ചാർജർ യൂസ് ചെയ്യുക. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നു, എല്ലായിടത്തും നമ്മൾ ഈ പറയുന്ന പോലെ ചാർജർ കൊണ്ട് നടക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രം പോർട്ടബിൾ ചാർജർ എടുക്കുക. കാരണം
ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പോർട്ടബിൾ ചാർജറാണ്, വലിയ വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിത് എവിടെ പോകുമ്പോഴും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും. സോ ഓരോ തവണയും നമ്മളിത് ചാർജ് ചെയ്യാൻ വേണ്ടി ഊരി തിരിച്ച് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, ഈ ഒരു ബാഗിനകത്തേക്ക് ഇട്ട് പിന്നെ നമ്മൾ വയറൊക്കെ ചുരുട്ടി കൂട്ടി വെച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ കേബിളുകളിലൊക്കെ കോണ്ടാക്റ്റ് നഷ്ടപ്പെടാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. മാത്രമല്ല വേറെ ടയർ വരും, നമ്മൾ സ്ഥിരം എടുത്ത് വെച്ചൊക്കെ വരുമ്പോൾ വേറെ ടയർ വരും. മാത്രമല്ല ഇതിൻ്റെ ചാർജർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇവിടെ ബുഷുകളൊന്നുമില്ല 4 സൈഡിലും. അതിപ്പോൾ എൻ്റെ ചാർജറിലാണെങ്കിലും ഇല്ല. വണ്ടി വാങ്ങിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ബുഷ് കാര്യങ്ങളെല്ലാം പോയി. അപ്പോൾ എന്തൊരു പ്രശ്നം വരാമെന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂസ് പലതും പയ്യെ ലൂസാവാൻ തുടങ്ങും. എൻ്റെ ചാർജറിൽ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്ക്രൂ പോയി. അങ്ങനെ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയിട്ട് സ്ക്രൂവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ വിചിത്രമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, അവർക്ക് ഈ സ്ക്രൂ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ നമ്മൾ പുറത്തുനിന്ന് എവിടുന്നേലും സ്ക്രൂ വാങ്ങിച്ചിടേണ്ട അവസ്ഥയാണ്. ബാക്കി സ്ക്രൂവും പയ്യെ ലൂസായി വരുന്നുണ്ട്. ഞാൻ ഇടക്കിടക്ക് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചാർജറിൽ ആകെ 3 സ്ക്രൂ ഉള്ളൂ. സോ പറ്റുകയാണെങ്കിൽ ഡോട്ട് ചാർജർ എടുക്കുക. അതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതിലും വലിപ്പം കൂടുതലാണ്. നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ആണി അടിച്ച് നമ്മൾ ആ മതിലിൽ തൂക്കിയാൽ അതവിടെ ഇരുന്നോളും. ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ആ ചാർജറിൽ നമുക്ക് തൂക്കിയിട്ട് കഴിഞ്ഞാൽ മതിലിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി വരുമ്പോൾ കണക്ട് ചെയ്യുക, ചാർജ് ചെയ്യുക, ഊരിയിടുക. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ബട്ട് ഈ പറയുന്ന പോലെ നമുക്ക് പ്രശ്നം വരുന്നത് പോർട്ടബിൾ ചാർജറാണ്. ഓരോ തവണ നമ്മൾ എടുത്ത് തിരിച്ചു കൊണ്ടുപോയി വണ്ടിക്കകത്ത് വെച്ച് പിന്നെ വീട്ടിൽ വെച്ച് കവറിൽ നിന്ന് എടുത്ത് നമ്മൾ ചാർജ് ചെയ്ത് തിരിച്ച് ചുരുട്ടിക്കൂട്ടി കവറിനകത്ത് വെച്ച് ഇങ്ങനെ വന്നാണ് ഈ പറയുന്ന പോലെ ബുഷും സ്ക്രൂവും കാര്യങ്ങളൊക്കെ പോയത്. അപ്പോൾ കുറേ കൂടെ എന്താ പറയുക, നമുക്ക് പോർട്ടബിലിറ്റി തരുന്നത് പോർട്ടബിൾ ചാർജർ ആണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ വേറെ ടയറിന് സാധ്യത കുറവുള്ളത് ഡോട്ട് ചാർജറാണ്. അപ്പോൾ അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ചാർജർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഡോട്ട് ചാർജർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡോട്ട് ചാർജർ ആക്ച്വലി വലുതാണ്, പക്ഷേ നമ്മുടെ വണ്ടിയുടെ ബൂട്ടിനകത്ത് ഇരുന്നോളും. കുറച്ച് ഹെവിയാണ്, കുറച്ച് ബൂട്ട് സ്പേസ് ഒക്യുപ്പൈ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ പോർട്ടബിൾ ചാർജർ എടുക്കുക. ഇത് എൻ്റെ അനുഭവത്തിൻ്റെ ബേസിസിൽ ഞാൻ പറയുന്നതാണ്. ഡോട്ട് ചാർജർ ആയിരുന്നു മേ ബി ഞാനത് മതിലിൽ തൂക്കിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഇഷ്യൂസ് വരില്ലായിരിക്കും, ഇത്രയും വേറെ ടയറൊന്നും വരില്ല. എന്നാലും ഡോട്ട് ചാർജർ ഫിക്സഡ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ മതിലിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഊരിയെടുത്ത് നമുക്ക് ബൂട്ടിലേക്ക് വെച്ച് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. സോ ഇനി ചാർജർ സെലക്ട് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ഡോട്ട് ചാർജർ സെലക്ട് ചെയ്യുക. ഒട്ടും പറ്റുന്നില്ല എങ്കിൽ മാത്രം പോർട്ടബിൾ ചാർജർ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാർജർ കംപ്ലൈൻ്റ് ആയി, ഈ വീക്ക് തന്നെ റീപ്ലേസ്മെൻറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇട്ടേക്കാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ബൈ.